ഉമാമഹേശ്വര സംവാദത്തിൽ പാർവതീദേവി 4 തരം സ്വഭാവമുള്ളവരെ പറ്റിയും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വൻ നഷ്ടങ്ങളെ പറ്റിയും ശ്രീ മഹാദേവനോട് പറയുന്നുണ്ട്. എഴുത്തച്ഛന്റെ വരികളൊന്ന് ശ്രദ്ധിക്കാം. കിങ്ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാ, കിംഋണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ, കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. കിങ്ക്ഷണന്മാർക്കും കിങ്കണന്മാർക്കും കിംഋണന്മാർക്കും കിംദേവന്മാർക്കും ജീവിതത്തിൽ നികത്താനാവാത്ത നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന പാർവതീദേവിയുടെ അഭിപ്രായത്തിന് വർത്തമാനകാലത്ത് പ്രസക്തിയുണ്ട്. കിങ്ക്ഷണന്മാർ എന്നാൽ അല്പസമയത്തെ നിസാരമായി വിചാരിക്കുന്നവർ എന്നാണ്. സമയത്തിന്റെ വില മനസ്സിലാക്കാതെ സുഖിയന്മാരായി ക്രിയാത്മകമായി ഒന്നും ചെയ്യാതെ സമയത്തെ പാഴാക്കി കളയുക എന്നത് ചില വ്യക്തികളുടെ സ്വഭാവമാണ്. സമയനിഷ്ഠ പാലിക്കാത്തവരും സമയബന്ധിതമായി ഏറ്റെടുത്ത കർമ്മം പൂർത്തീകരിക്കാത്തവരും ദീർഘസമയം വിശ്രമിക്കുന്നവരും മടിയന്മാരും ഈ വിഭാഗത്തിൽ പെടുന്നു. അതുകൊണ്ട് ഒരു നിമിഷവും വെറുതെ കളയാതെ മനുഷ്യർ കർമ്മനിരതരാകണം എന്ന കിങ്ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ല എന്ന ദേവിയുടെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. പണത്തിന്റെ അഥവാ ധനത്തിന്റെ അല്പാംശത്തെ നിസാരമാക്കി ഉപേക്ഷിക്കുന്നവരെയാണ് ദേവി കിങ്കണന്മാർ എന്ന് പറയുന്നത്. 100 പൈസകൾ ചേരുമ്പോഴാണ് 1 രൂപയാവുന്നത്. 1 രൂപ അനേകം ചേരുമ്പോഴാണ് 100 രൂപയും 1000 രൂപയും 10,000 രൂപയും കോടി രൂപയും ഒക്കെ ആവുന്നത്. പണത്തിന്റെ ഏറ്റവും ചെറിയ അംശങ്ങൾ പൈസയും രൂപയുമാണ്. ഇവയെ അവഗണിക്കുന്നവർക്ക് സമ്പന്നരാകാൻ സാധിക്കുകയില്ല എന്നാണ് പാർവതീദേവി പറയുന്നത്. കടം വാങ്ങുന്നതിൽ ലജ്ജയില്ലാത്തവരെയാണ് കിംഋണന്മാർ എന്ന് ദേവി പറയുന്നത്. കടം വാങ്ങി ജീവിക്കുന്നവർക്ക് മനസമാധാനം ഉണ്ടാവുകയില്ല എന്നാണ് പാർവതീദേവി മുന്നറിയിപ്പ് നൽകുന്നത്. ദേവന്മാരെ അവഗണിക്കുന്നവരെയും ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവരെയും ദേവി വിശേഷിപ്പിച്ചത് കിംദേവന്മാരെന്നാണ്. ദൈവവിശ്വാസികൾ ദൈവകോപത്തെ ഭയപ്പെടുന്നവരാണ്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദൈവവിശ്വാസികളായതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവർ സ്വയം പിന്തിരിയുന്നു. ആത്മവിശ്വാസം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരവിശ്വാസം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും പിന്നിൽ ഒരു ചൈതന്യമുണ്ട്. അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് ശാശ്വതവും സനാതനവും സർവാശ്രയവുമാണ്. ശരീര മനോബുദ്ധിക്കപ്പുറത്തുള്ള ആത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മധൈര്യമുണ്ടാവും. അവർക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർക്ക് ജീവിതം ദുരിതപൂർണമായിരിക്കും. അവർക്ക് ഒരു ഗതിയും ഉണ്ടാവുകയില്ലെന്ന് പാർവതീദേവി മുന്നറിയിപ്പ് നൽകുന്നു.